നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ജനുവരി 26-ന് രാജ്യത്ത് ഭീകരാക്രമണ സാധ്യതയെന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുകൾ. രാജ്യം അതീവ ജാഗ്രതയിലാണ്. ഓപ്പറേഷൻ സിന്ദൂറിൽ ലഭിച്ച പ്രഹരത്തിന് പകരം വീട്ടാനുള്ള നെട്ടോട്ടത്തിലാണ് പാക് ഫീൽഡ് മാർഷലായ അസിം മുനീർ. കഴിഞ്ഞ ദിവസം ജിഹാദികളായ മുഴുവൻ ഇസ്ലാമിക മുള്ളമാരെയും പാകിസ്ഥാൻ സൈനിക ആസ്ഥാനത്ത് വിളിച്ചു വരുത്തി അസിം മുനീറിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. എല്ലാ വെള്ളിയാഴ്ചകളിലും ഇന്ത്യക്കും അഫ്ഗാനിസ്ഥാനുമെതിരെ മതപ്രഭാഷണം നടത്താനും ഇവരോട് അസിം മുനീർ ആവശ്യപ്പെട്ടതായി അറിയുന്നു. അസിം മുനീറിന്റെ നീക്കങ്ങൾ ഇന്ത്യ ശ്രദ്ധയോടെയാണ് വീക്ഷിക്കുന്നത്, പ്രത്യേകിച്ച് റിപ്പബ്ലിക് ദിനം അടുത്തിരിക്കെ. എന്തായാലും അസിം മുനീറിന്റെ അഹങ്കാരത്തിന് ഉടനെ തീർപ്പുണ്ടായേക്കും. തല പിളർക്കുന്ന അടി ഇന്ത്യ കൊടുക്കും. ഈ ജിഹാദി ഗ്രൂപ്പുകളെ ഇന്ത്യയിൽ ഭീകരാക്രമണത്തിന് ഒരുക്കുകയാണ് അസിം മുനീറിന്റെ ലക്ഷ്യം. ഇതിനുള്ള മറ്റ് പിന്തുണ അസിം മുനീർ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് സൂചനകൾ. റാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്ത് ജിഹാദി മുള്ളമാരുമായുള്ള അസിം മുനീറിന്റെ യോഗം നടന്നത് ഇന്റലിജൻസ് സംവിധാനങ്ങൾ അത് ചോർത്തിയെടുത്തിട്ടുണ്ട്. ജിഹാദി ആക്രമണത്തിനായി ഇവർക്ക് വേണ്ടി യുവാക്കളെ നൽകാനും പാകിസ്ഥാൻ സൈന്യം തയ്യാറാണ്. ഇന്ത്യയിൽ നിന്നും ഓപ്പറേഷൻ സിന്ദൂറിൽ കിട്ടിയ അടിക്ക് പ്രതികാരം ചെയ്യുക വഴി തന്റെ സൈനിക ആധിപത്യം പാകിസ്ഥാനിൽ അരക്കിട്ടുറപ്പിക്കാനാണ് അസിം മുനീർ ശ്രമിക്കുന്നത്. ഇന്ത്യയെ പതിവായി ആക്രമിക്കുന്ന ലഷ്കർ-ഇ-ത്വയ്ബ, ജെയ്ഷെ മുഹമ്മദ് തുടങ്ങിയ ഭീകരവാദ ഗ്രൂപ്പുകളുമായി ബന്ധമുള്ള ഏതാനും ജിഹാദി ഗ്രൂപ്പുകളുടെ നേതാക്കളായ മുള്ളമാരെയാണ് യോഗത്തിന് വിളിച്ചിരിക്കുന്നത്. പ്രമുഖ ജെയ്ഷെ മുഹമ്മദ് നേതാവ് ഹഫീസ് താഹിർ മഹ്മൂദ് അഷ്റഫി, കറാച്ചി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജമാഅത്ത് ഉദ്ദവയുടെ നേതാവ് മുഫ്തി അബ്ദൽ റഹീം, ജാമിയ ഉൽവാത്തുൽ ഇസ്ലാമിക് സെമിനാരിയുടെ ചാൻസലറായ സയ്യിദ് ജവാദ് നഖ്വി, ജമാഅത്തെ ഉലമ ഇസ്ലാമി സെമിനാരിയുടെ ഹമീദ് ഉൽ ഹഖ് ഹക്കാനി, സിറിയയിലെ അൽ ഉമ ബുഖാരി ജാമിയത്തുൽ റഷീദ് സെമിനാരിയുടെ നേതാവും ഉണ്ടായിരുന്നു. പാകിസ്ഥാനിൽ മൂന്നാമത്തെ ജിഹാദി തലമുറയെ വാർത്തെടുക്കുകയാണ് അസിം മുനീർ ലക്ഷ്യം വെക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിൽ പരാജയമടഞ്ഞ ഈ പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ ഇന്ത്യയെ പരാജയപ്പെടുത്താൻ ഇസ്ലാമിനെ കൂട്ടുപിടിച്ചിരിക്കുകയാണ്, തീവ്ര ഇസ്ലാമിനെ. പാക് അധീന കശ്മീരിൽ ലഷ്കർ-ഇ-ത്വയ്ബയും ജെയ്ഷെ മുഹമ്മദും ഹമാസുമായി ചേർന്ന് ഇന്ത്യയിൽ ആക്രമണം നടത്താനും പദ്ധതിയിടുന്നതായി ഇസ്രയേൽ തന്നെ ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ബംഗ്ലാദേശിലെ ജമാഅത്തെ ഇസ്ലാമിയുമായും പാകിസ്ഥാൻ ബന്ധം നേരത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതും ഇന്ത്യയെ ലാക്കാക്കിയുള്ള നീക്കമാണെന്ന് കരുതുന്നു. റിപ്പബ്ലിക് ദിനത്തിൽ ഖാലിസ്ഥാനികളോ ബംഗ്ലാദേശിലെ ഭീകര ഗ്രൂപ്പുകളോ തലസ്ഥാന നഗരിയിൽ ഉൾപ്പെടെ ഭീകരാക്രമണം നടത്തിയേക്കുമെന്ന് രഹസ്യാന്വേഷണ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യ അതീവ ജാഗ്രതയിലാണ്. ജമ്മുകശ്മീരിൽ തുടർച്ചയായി ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യവും തലവേദന സൃഷ്ടിക്കുന്നു. തലസ്ഥാന നഗരിയായ ഡൽഹിയിലെ വിവിധയിടങ്ങളിൽ പൊതുജനങ്ങളെ കൂടി പങ്കെടുപ്പിച്ച് സുരക്ഷ ഉറപ്പിക്കുന്നതിനുള്ള മോക്ക് ഡ്രില്ലുകൾ സംഘടിപ്പിച്ചു. നഗരങ്ങളിലെയും പ്രധാന സ്ഥലങ്ങളിലെയും സുരക്ഷയ്ക്ക് കണ്ണും കാതുമായി പ്രവർത്തിക്കേണ്ടത് ജനങ്ങളാണെന്ന സന്ദേശം നൽകാൻ ഐസ് ആൻഡ് ഇയേഴ്സ് എന്ന പേരിലാണ് മോക്ക് ഡ്രില്ലും സുരക്ഷാ ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിച്ചത്. ഡൽഹിയിലും ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിലും ഭീകരാക്രമണം ഉണ്ടായേക്കും എന്നാണ് റിപ്പോർട്ടുകൾ. റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി ഭീകരാക്രമണം നടക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നിരവധി സ്ഥലങ്ങളിൽ ശക്തമായ കാവൽ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വിദേശ ഖാലിസ്ഥാനി ഗ്രൂപ്പുകൾ പഞ്ചാബ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഗുണ്ടാ സംഘ തലവന്മാരെ ആക്രമണത്തിന് ഉപയോഗിച്ചേക്കാം എന്ന് കണക്കുകൂട്ടുന്നത്. രാജ്യത്തിന്റെ ആഭ്യന്തര സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്താൻ ലോക്കൽ ക്രിമിനൽ സംഘങ്ങളെയും ഇവർ ഉപയോഗിച്ചേക്കാം. ഇത്തരം സംഘങ്ങൾ ഹരിയാന, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ സജീവമാണെന്ന് പറയപ്പെടുന്നു. ഇവർ വിദേശത്തെ ഖാലിസ്ഥാൻ ഗ്രൂപ്പുകളുടെ ചട്ടുകങ്ങളായി പ്രവർത്തിക്കുകയാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോ വ്യക്തമാക്കുന്നു. ഭീകരാക്രമണത്തിനെതിരായ ജാഗ്രതയുടെ ഭാഗമായി തലസ്ഥാന നഗരിയിലും മറ്റ് നഗരങ്ങളിലും മോക്ക് ഡ്രില്ലുകൾ സജീവമാക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഭീകരാക്രമണ സമയത്ത് എങ്ങനെ ജാഗ്രതയോടെ പ്രവർത്തിക്കണമെന്ന് കാണിച്ചു തരുന്നതാണ് മോക്ക് ഡ്രില്ലുകൾ. സുരക്ഷാ ഏജൻസികളെ മാത്രമല്ല പൊതുജനങ്ങളെയും ജാഗ്രതയോടെ പ്രവർത്തിക്കേണ്ടത് എങ്ങനെയെന്ന് പഠിപ്പിക്കുന്നതാണ് ഇത്തരം മോക്ക് ഡ്രില്ലുകൾ. റിപ്പബ്ലിക് ദിനത്തിന്റെ തലേനാൾ ജനുവരി 25-ന് രാഷ്ട്രപതിയുടെ പ്രസംഗമാണ് പ്രധാന ചടങ്ങ്. റിപ്പബ്ലിക് ദിനമായ ജനുവരി 26-ന് രാഷ്ട്രപതി ഭവനിൽ തുടങ്ങി രാജ്പഥിൽ കൂടി ചരിത്ര പ്രസിദ്ധമായ ചെങ്കോട്ടയിൽ അവസാനിക്കുന്ന സൈനിക പരേഡാണ് മറ്റൊരു പ്രധാന ചടങ്ങ്. ഇതിൽ പ്രധാനമന്ത്രിയും പ്രധാന അതിഥിയും പങ്കെടുക്കും. ഇക്കുറി യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ, യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് ആന്റോണിയോ കോസ്റ്റയുമാണ് മുഖ്യ അതിഥികൾ. കാനഡയിലും സമാനമായ രീതിയിൽ ഖാലിസ്ഥാൻ അനുകൂലികൾ ആക്രമണം നടത്തുന്നുണ്ട്. കാനഡയിലെ ഖാലിസ്ഥാൻ അനുകൂലികളുടെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ അവസാനിക്കുന്നതിന്റെ ലക്ഷണങ്ങൾ
കാണുന്നില്ല. വാൻകൂവറിലെ ഒരു ചരിത്ര പ്രസിദ്ധ ഗുരുദ്വാരയുടെയും ബ്രിട്ടീഷ് കൊളംബിയയിലെ ചില ക്ഷേത്രങ്ങളുടെയും ചുവരുകൾ ഖാലിസ്ഥാൻ അനുകൂല ആൾക്കാർ ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ കൊണ്ട് വികൃതമാക്കിയിരുന്നു. ഈ സംഭവം സിഖ് ഹിന്ദു സമൂഹത്തിൽ രോഷമുണ്ടാക്കി. വാൻകൂവറിലെ റോസ് സ്ട്രീറ്റ് ഗുരുദ്വാര എന്നറിയപ്പെടുന്ന ഖൽസ ദിവാൻ സൊസൈറ്റി ഗുരുദ്വാരയുടെ ചുവരുകളിൽ ഖാലിസ്ഥാനി മുദ്രാവാക്യങ്ങൾ എഴുതിയിരിക്കുന്നതായി കണ്ടെത്തിയിരുന്നു. ഗുരുദ്വാരയുടെ വക്താവ് ഈ പ്രവൃത്തിയെ ശക്തമായി അപലപിക്കുകയും പവിത്രമായ ഗുരുദ്വാരയുടെ മതിലുകൾ അശുദ്ധമാക്കുന്ന പ്രവൃത്തിയാണിതെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഖൽസ സജ്ന ദിവസ് ദിനത്തിൽ ഐക്യത്തിന്റെ പ്രതിജ്ഞ എടുക്കുന്ന സമയത്ത് വിഘടനവാദികളായ ഒരു കൂട്ടം സിഖുകാരുടെ പ്രവൃത്തിയാണിതെന്നും ഇത് അങ്ങേയറ്റം അപലപനീയമാണെന്നും അദ്ദേഹം പറഞ്ഞു. സിഖുകാരെ ഭിന്നിപ്പിക്കാൻ തീവ്ര ശക്തികൾ ആഗ്രഹിക്കുന്നുവെന്നും ഇത് ഭയം സൃഷ്ടിക്കാനുള്ള ശ്രമമാണെന്നും വക്താവ് പറഞ്ഞു. വൈവിധ്യത്തിനും സ്വാതന്ത്ര്യത്തിനും വേണ്ടി തന്റെ മുതിർന്നവർ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ടെന്നും ഭിന്നത സൃഷ്ടിക്കാനുള്ള ഈ ശ്രമം വിജയിക്കാൻ അനുവദിക്കില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. ഖാലിസ്ഥാൻ അനുയായികളെ പങ്കെടുപ്പിക്കുന്നതിൽ നിന്ന് വിലക്കിയ അതേ ഗുരുദ്വാരയിൽ തന്നെ നാഗർ കീർത്തനവും ബൈശാഖി പരേഡും സംഘടിപ്പിച്ചിരുന്നു. അതിനുള്ള പ്രതികാരമായിരിക്കാം ഈ സംഭവമെന്ന് ഇവർ കരുതുന്നു. ഗുരുദ്വാരയ്ക്ക് പുറമെ സറയിലെയും ബ്രിട്ടീഷ് കൊളംബിയയിലെയും ക്ഷേത്രങ്ങളെയും ഖാലിസ്ഥാനികൾ ലക്ഷ്യമിട്ടിട്ടുണ്ട്. ഖാലിസ്ഥാനി മുദ്രാവാക്യങ്ങൾ ഇവിടെയും പതിപ്പിച്ചിരുന്നു. പ്രത്യേകിച്ച് ലക്ഷ്മി നാരായണ ക്ഷേത്രവും ലക്ഷ്യം വെച്ചു. കാനഡയിലെ ഹിന്ദുക്കൾക്കും സിഖുകാർക്കും ഇടയിൽ ഐക്യം നിലനിർത്തുന്നതിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രം സജീവ പങ്ക് വഹിക്കുന്നുണ്ടെന്നും അതിനാലാണ് ക്ഷേത്രം ലക്ഷ്യമിട്ടതെന്നും ക്ഷേത്ര വക്താവ് പുരുഷോത്തം ഗോയൽ പറയുന്നുണ്ട്. ഇത് യാദൃശ്ചികമല്ലെന്നും ആസൂത്രിതമായാണ് നടക്കുന്നതെന്നും സമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കാനുള്ള ആഴത്തിലുള്ള ഗൂഢാലോചനയാണിതെന്നും അദ്ദേഹം പറഞ്ഞു. കാനഡയിൽ 2023-ലും 2024-ലും നിരവധി ക്ഷേത്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. പക്ഷേ ഇതുവരെ ആ അക്രമികളെ അറസ്റ്റ് ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിലും ഖാലിസ്ഥാനികൾ നേരത്തെ ബഹളം വെച്ചിരുന്നു. ഈ പുതിയ സംഭവത്തിന് ശേഷം കാനഡയിലെ ഇന്ത്യൻ സമൂഹത്തിന്റെ സുരക്ഷ ഉറപ്പാക്കണമെന്നും ഖാലിസ്ഥാൻ അനുകൂല പ്രവർത്തനങ്ങൾ തടയണമെന്നുമുള്ള ആവശ്യം വീണ്ടും ശക്തമായിരിക്കുകയാണ്. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖ മറികടന്ന് പാക് ഡ്രോണുകൾ എത്തിയതാണ് ഇന്ത്യയിലെ പുതിയ പ്രകോപനം. ഒരാഴ്ചക്കിടെ ഇത് 3-ാം തവണയാണ്. സാംബ, പൂഞ്ച്, രജൌരി സെക്ടറുകളിലാണ് പുതുതായി ഡ്രോൺ സാന്നിധ്യം കണ്ടെത്തിയത്. സുരക്ഷാ ഭീഷണികൾ നേരിടുന്നതായി ഡ്രോൺ സാന്നിധ്യമുണ്ടായ മേഖലകളിൽ അതീവ ജാഗ്രതയിലാണ് സുരക്ഷാ സേന. സാംബയിലെ അന്താരാഷ്ട്ര അതിർത്തിക്ക് സമീപം കേസോ മഹാൻസൻ ഗ്രാമത്തിലാണ് സംശയാസ്പദമായ രീതിയിൽ ഡ്രോൺ കണ്ടത്. ഇതിന് പിന്നാലെ പൂഞ്ചിലെ ദേഗ്വാർ ഗ്രാമത്തിന് മുകളിൽ രാത്രി 7:30 10 മിനിറ്റോളം ഡ്രോൺ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഉടനെ ഇന്ത്യൻ സൈന്യം വെടിയുതിർത്തിരുന്നു. ഇതിന് പിന്നാലെ രജൌരി സെക്ടറിലും ഡ്രോണുകളുടെ സാന്നിധ്യമുണ്ടായി. ഇന്ത്യയുടെ ഭാഗത്തെ സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനായി പാകിസ്ഥാൻ അയക്കുന്ന ചെറിയ ഡ്രോണുകളാണിവയെന്നാണ് പ്രാഥമിക നിഗമനം. ജമ്മുകശ്മീരിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപം 1-ലധികം ഡ്രോൺ നുഴഞ്ഞുകയറ്റ ശ്രമങ്ങളാണ് നടന്നതെന്ന് റിപ്പോർട്ടുകൾ പുറത്ത്. ഞായറാഴ്ച രാത്രി നൌഷേര സെക്ടറിൽ ഇന്ത്യൻ സൈന്യം ഒരു ഡ്രോണിന് നേരെ വെടിയുതിർത്തതായി വിവരങ്ങളുണ്ട്. പ്രദേശത്ത് നിരവധി ഡ്രോണുകൾ കൂടി കണ്ടെത്തിയതായി വ്യക്തമാകുന്നു. ഡ്രോണുകൾ വഴി മയക്കുമരുന്ന് നിക്ഷേപിക്കുകയാണോ എന്ന് പരിശോധിക്കാൻ സൈന്യം പ്രദേശത്ത് ശക്തമായ തിരച്ചിൽ തുടരുകയാണ്. പാക് അധിനിവേശ കശ്മീരിന്റെ ദിശയിൽ നിന്ന് വന്ന ഒരു ഡ്രോൺ സാംബ സെക്ടറിൽ ആയുധങ്ങൾ വർഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. രജൌരി ജില്ലയിൽ വൈകുന്നേരം 6:35 മറ്റൊരു ഡ്രോൺ കൂടി കണ്ടതായി ഉദ്യോഗസ്ഥർ പറയുന്നു. സാംബയിലെ രാംഗഡ് സെക്ടറിലെ ചക് ബാബ്രലിൽ 7:15 ഡ്രോൺ നുഴഞ്ഞുകയറ്റം ശ്രദ്ധയിൽപ്പെട്ടത്. പൂഞ്ച് ജില്ലയിലെ നിയന്ത്രണ രേഖയോട് ചേർന്നുള്ള മാൻകോട്ട് സെക്ടറിലെ ടോപ്പയിലേക്ക് കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6:25 ഡ്രോണിന് സമാനമായ വസ്തു കണ്ടത്. മെഷീൻ ഗൺ ഉപയോഗിച്ചാണ് ഡ്രോണുകളെ ആക്രമിച്ചതെന്ന് സൈന്യം വ്യക്തമാക്കി. ഓപ്പറേഷൻ സിന്ദൂറിനിടെ ഇന്ത്യ നിരവധി പാകിസ്ഥാൻ ഡ്രോണുകൾ വെടിവെച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യൻ പരിധിയിലേക്ക് ഡ്രോണുകൾ എത്തുന്നത് ഗണ്യമായി കുറഞ്ഞിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം 5 ഡ്രോണുകളുടെ കടന്നുകയറ്റമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന് പിന്നിൽ അസിം മുനീറിന്റെ തലയാണ് എന്ന് ഇന്ത്യ സംശയിക്കുന്നുണ്ട്. ഫീൽഡ് മാർഷൽ അസിം മുനീറിനെ രാജ്യത്തെ ആദ്യ ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസായി പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സർക്കാർ ഔദ്യോഗികമായി നിയമിച്ച ശേഷമാണ് പ്രകോപനം വർദ്ധിച്ചിരിക്കുന്നത്. 3 സേനകളുടെയും മേൽനോട്ടം വഹിക്കുന്ന മുനീറിന് 5 വർഷത്തേക്കാണ് ഈ നിയമനം. ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ് സ്ഥാനം 3 സേനാ വിഭാഗങ്ങളുടെയും
അധികാരം ഏകീകരിക്കുക മാത്രമല്ല, രാജ്യത്തിന്റെ ആണവായുധങ്ങളും മിസൈൽ സംവിധാനങ്ങളും നിയന്ത്രിക്കുന്ന നാഷണൽ സ്ട്രാറ്റജിക് കമാൻഡിന്റെ മേൽനോട്ടവും അസീം മുനീറിന് നൽകുന്നു. ഇത് അസീം മുനീറിനെ രാജ്യത്തെ ഏറ്റവും ശക്തനായ സൈനിക മേധാവിയാക്കി മാറ്റുന്നുണ്ട്. നിലവിൽ ഫീൽഡ് മാർഷൽ പദവി നൽകി പാകിസ്ഥാൻ സർക്കാർ മുനീറിനെ സന്തോഷിപ്പിച്ചിരുന്നു. ഈ ഫീൽഡ് മാർഷൽ പദവി പാകിസ്ഥാൻ പട്ടാള മേധാവി സ്വയം എടുത്തങ്ങ് അണിഞ്ഞതാണ്. ഇതിനു പുറമെ പ്രസിഡന്റിന് തുല്യമായ നിയമപരിരക്ഷയും മുനീറിന് നൽകി. പ്രസിഡന്റിനെ പോലെ ഫീൽഡ് മാർഷലിനും നിയമ നടപടികളിൽ നിന്ന് ജീവിതകാലത്തേക്ക് സംരക്ഷണം ലഭിക്കും. ഫീൽഡ് മാർഷൽ എന്ന 5 നക്ഷത്ര റാങ്കും ചീഫ് ഓഫ് ഡിഫൻസ് ഫോഴ്സസ്, ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് എന്നിവയുടെ സംയോജിത കമാൻഡും ഒരുമിച്ച് വഹിക്കുന്ന ആദ്യത്തെ പാക് സൈനിക ഉദ്യോഗസ്ഥനായിരിക്കുകയാണ് അസീം മുനീർ. 1965-ൽ ഇന്ത്യയുമായുള്ള യുദ്ധത്തിൽ പാകിസ്ഥാനെ നയിച്ച ജനറൽ അയൂബ് ഖാന് ശേഷം ഫീൽഡ് മാർഷൽ പദവി വഹിക്കുന്ന രണ്ടാമത്തെ സൈനിക ഉദ്യോഗസ്ഥനാണ് അസീം മുനീർ. ഭാരതത്തിന്റെ ഉരുക്കുമുഷ്ടിക്ക് മുന്നിൽ 8 മാസം മുൻപ് മുട്ടുമടക്കിയ പാകിസ്ഥാന് വീണ്ടും അതിർത്തിയിൽ പ്രകോപനവുമായി രംഗത്തെത്തിയത് അസീം മുനീറിന്റെ പിൻബലത്തിൽ തന്നെയാണ്. കഴിഞ്ഞ വർഷം മെയ് മാസത്തിൽ നടന്ന ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാക് ഭീകര കേന്ദ്രങ്ങൾ തകർത്തെറിഞ്ഞതിന്റെ ആഘാതം മാറും മുൻപെയാണ് വീണ്ടും ഡ്രോൺ നുഴഞ്ഞുകയറ്റവുമായി പാകിസ്ഥാൻ എത്തുന്നത്. ജനുവരി 9 മുതൽ ജമ്മു കശ്മീരിലെ വിവിധ സെക്ടറുകളിൽ ഒന്നിലധികം പാക് ഡ്രോണുകൾ പ്രത്യക്ഷപ്പെട്ടതോടെ ഇന്ത്യൻ സേന അതീവ ജാഗ്രതയിലാണ്. റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് മുന്നോടിയായി രാജ്യത്ത് അസ്ഥിരതയുണ്ടാക്കാനുള്ള പാകിസ്ഥാന്റെ കുതന്ത്രമാണിതെന്ന് വ്യക്തമാണ്. അതിർത്തിയിലെ ഡ്രോൺ ശല്യം അവസാനിപ്പിക്കാൻ പാകിസ്ഥാന് കർശന മുന്നറിയിപ്പാണ് കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദി നൽകിയിരിക്കുന്നത്. ലഗാം ലഗായേ എന്ന് പാക് സൈനിക നേതൃത്വത്തോട് അദ്ദേഹം ആവശ്യപ്പെട്ടു. ഇപ്പോൾ വരുന്നത് കഴിഞ്ഞ വർഷത്തെ പോലെയുള്ള ചാവേർ ഡ്രോണുകളല്ല, മറിച്ച് വളരെ ചെറിയ നിരീക്ഷണ ഡ്രോണുകളാണ്. ഇന്ത്യൻ പ്രതിരോധത്തിലെ വിടവുകൾ കണ്ടെത്താനും സൈനിക നീക്കങ്ങൾ നിരീക്ഷിക്കാനുമാണ് ഇവ എത്തുന്നതെന്ന് ജനറൽ ദ്വിവേദി വ്യക്തമാക്കി. നുഴഞ്ഞുകയറ്റത്തിന് ശ്രമിച്ചാൽ അതിശക്തമായ പ്രഹരം നൽകാൻ ഇന്ത്യൻ സൈന്യം സുസജ്ജമാണെന്നും അദ്ദേഹം താക്കീത് കൊടുത്തു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.